അംബേദ്കർ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനാ ശില്പിയാണ്. ദളിത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, ജീവിതം തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഏറെ ആദരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കണമില്ല. ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെതായുള്ള വീക്ഷണഗതികളുണ്ടാവും. ഏത് മഹാനാണെങ്കിലും ചിലത് ശരിയായിരിക്കാം, ചിലത് തെറ്റായിരിക്കാം. അത് ഓരോ ആളുകളുടെ വീക്ഷണഗതികൾക്ക് അനുസരിച്ചായിരിക്കും. അപ്പം എന്തായാലും നമുക്കിതിനെ ഒരു റൈറ്റ് സ്പിരിറ്റോടെ കാണുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അംബേദ്കറെ ആണെങ്കിലും ഇത്തരം ചരിത്ര പുരുഷന്മാരെയൊക്കെ കൃത്യമായിട്ട് വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട്. കാരണം അത്രയും വലിയ സാങ്കേതിക പരിജ്ഞാനം, സാങ്കേതിക രംഗത്തെ മാറ്റം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ChatGPTയും ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം വളരെ വലുതാണ്. അതുകൂടാതെ തന്നെ ഈ പുസ്തകങ്ങളെല്ലാം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെ ഒരു മുൻവിധിയോടെ കാണേണ്ട ആവശ്യമില്ല. വളരെ ട്രൂ സ്പിരിറ്റോടെ, ജനാധിപത്യ സ്പിരിറ്റോടെ തന്നെ നമുക്ക് ഇത്തരം ചിന്താഗതികളെയും ഇത്തരം വീക്ഷണങ്ങളെയൊക്കെ നമുക്ക് വിലയിരുത്താം, നമുക്ക് മനസ്സിലാക്കാം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.